ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടുണ്ട്. ATR ആവറേജ് ട്രൂ റേഞ്ച് എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ ഉണ്ട്. സോ നമ്മളിത് പറയുന്നത് കുറച്ച് ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. സാധാരണ പീപ്പിൾസ് വീഡിയോ എടുക്കുമ്പോൾ കഴിവതും ടെക്നിക്കൽ അവോയ്ഡ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ചില കാര്യങ്ങൾ കണ്ടാൽ പറയാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അത് പറഞ്ഞാൽ പല ആൾക്കാർക്കും അതൊരു പുതിയ എന്താ പറയണ്ട ഒരു വാല്യൂ അഡീഷനായിട്ട് തോന്നുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നമ്മൾ ആ കൺസെപ്റ്റിലാണ് നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? നിഫ്റ്റി വീണ്ടും റേഞ്ചിലാണ്. ഇന്ന് നോക്കൂ, ഇന്നലെ എന്താ സംഭവിച്ചത്? ദാറ്റ് മീൻസ് ഫ്രൈഡേ എന്താ സംഭവിച്ചത്? ലാസ്റ്റ് ട്രേഡിങ്ങിൽ എന്താ സംഭവിച്ചത്? 23,421 ഓപ്പൺ ചെയ്തിട്ട് 23,489 വരെ പോയി. 60 പോയിൻ്റ് കൂടിയതിന് ശേഷം 23,466 ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, തലേദിവസം ക്ലോസ് ചെയ്ത് എത്രയാണ്? തലേദിവസം ക്ലോസ് ചെയ്ത് 23,399 23,400 സ്ഥാനത്ത് 23,421 ഓപ്പൺ ചെയ്തിട്ട് 23,489 വരെ പോയിട്ട് എന്താ സംഭവിച്ചത്? ആദ്യമായിട്ട് ദിസ് ഈസ് ഫസ്റ്റ് ടൈം കഴിഞ്ഞ 1, 2, 3, 4, 5 ക്യാൻഡിലിൽ ആദ്യമായിട്ട് നിഫ്റ്റി 2 ഡേയ്സ് ഹൈ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹൈ വന്നിരിക്കുക എത്ര? 23,489, 85, 23,490 എന്ന് കൂട്ടിക്കോ. അതിൻ്റെ സ്ഥാനത്ത് 23,467 ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ 2 ഡേയ്സ് ഹൈയിൽ ക്ലോസ് ചെയ്തു. അതൊരു ബുള്ളിഷ്നെസ്സിനെ കാണിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എന്നാലും റേഞ്ച് ബൗണ്ടാണ്, വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ഈ ക്യാൻഡിലും ദാറ്റ് മീൻസ് തിങ്കൾ ചൊവ്വ ബുധൻ ക്യാൻഡിലിൽ മേളിൽ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിൽ നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ ഈ ക്യാൻഡിലിൽ മേളിലാണ് ക്ലോസ് ചെയ്തത്. ദാറ്റ് മീൻസ് വ്യാഴാഴ്ചത്തെ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ മേളിലാണ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തതും ഇതിൻ്റെ മേളിലാണ്. ഇന്നലെ ആദ്യമായിട്ട് നിഫ്റ്റിയിൽ ഒരു ചെറിയ ബുള്ളിഷ്നെസ് ഒക്കെ നമുക്ക് അത് ഇന്നലെ മീൻസ് ഫ്രൈഡേ ക്യാൻഡിൽ കാണാൻ സാധിച്ചു. അത് ഏറ്റവും വലിയ പ്രകടമായിട്ടുള്ള എക്സാമ്പിളാണ്. താഴെ നമുക്ക് വിക്ക് കാണാൻ പറ്റുക, റിജക്ഷനാണ് താഴെ വന്നിരിക്കുന്നത്. ആ റിജക്ഷനിൽ വിക്ക് കാണാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ, സപ്പോസ് നിങ്ങളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ചേർത്ത് വരച്ച് നോക്കിയേ. നിഫ്റ്റി ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തു, വീണ്ടും ട്രെൻഡ് ലൈനിലെത്തി, വീണ്ടും ട്രെൻഡ് ലൈൻ. 4 ദിവസം ഒരു കൊച്ചു സിമ്പിൾ ട്രെൻഡ് ലൈനിലാണ് നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ ട്രെൻഡ് ലൈനും അതിന് മുമ്പ് ഞാൻ നേരത്തെ വരച്ചിട്ട ട്രെൻഡ് ലൈൻ തമ്മിൽ ഒരു ചാനൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു ചാനൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡെവലപ്മെൻറ്റ് പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മളൊരു ഒരു മൈനർ ബ്രേക്കൗട്ടൊക്കെ നമുക്ക് കണ്ടാൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇതിൻ്റെ ഹൈയും ചേർന്ന് ഈ 3 ഹൈ 4 ഹൈയും കൂടെ ചേർന്നൊരു ബ്രേക്കൗട്ട് കണ്ടാൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് എന്നുള്ള പോയിൻ്റാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ സംതിങ് ലൈക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ബ്രേക്കൗട്ട് കണ്ടാൽ സോ ഇത് വന്നിട്ട് ഈ ലെവൽ വരും. സംതിങ് അറൗണ്ട് കുറച്ചുകൂടെ നമുക്ക് ഇതിനകത്ത് ഈ ലെവലിന് അല്പം കൂടെ താത്തിയിട്ട് ഈ ലെവലിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. കണ്ടോ, ഇത് റെസിസ്റ്റൻസ് വന്ന് ഇത് നമ്മൾ കുറച്ചും കൊണ്ട് നീക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ ഇതിൻ്റെ അത് കാണാൻ സാധിക്കുന്നത്? റെസിസ്റ്റൻസ് വന്നു, ഹിറ്റ് ചെയ്ത് താഴെ പോയി, റെസിസ്റ്റൻസിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു, എന്നാലും താഴെ പോയി റെസിസ്റ്റൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു. ഇതിലുള്ള പ്രൈസ് ആക്ഷനില്ല, ഇതിലുള്ള പ്രൈസ്, ഈ 2 പ്രൈസ് ആക്ഷൻ സെയിം ആണ്. ഇവിടെ പ്രൈസ് ആക്ഷൻ കുറച്ചുകൂടെ ബെറ്ററായി. ഇവിടെ പ്രൈസ് ആക്ഷൻ ഫസ്റ്റ് ടൈം ആ റെസിസ്റ്റൻസിനുള്ളിൽ ക്ലോസ് ചെയ്തു എന്ന് പറയുന്നത് അത് പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് തീർച്ചയായും എടുക്കാൻ സാധിക്കും. അതിന് വലിയ 2 കാര്യങ്ങളുണ്ട്. US CPI ഡേറ്റ എക്സലൻറ്റ് ഡേറ്റയാണ് വന്നത്. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡേറ്റ, ഇത് രണ്ടും വന്നത് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഏർലി മോർണിംഗ് US ക്ലോസ് ചെയ്തത് ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തത്, എസ്പെഷ്യലി നാസ്ഡാക്ക്. US ഫെഡിൻ്റെ കൺഫർമേഷൻ ഉണ്ട്, ഇല്ല ഞങ്ങൾ ഒരു റേറ്റ് ചേഞ്ചിനെ പോകത്തുള്ളൂ പറഞ്ഞെങ്കിൽ പോലും അവർ പിന്നീട് ഡിക്ലെയർ ചെയ്തു ഒരു പക്ഷേ 2 റേറ്റ് ചേഞ്ചിക്ക് വന്നേക്കാമെന്ന് ഡിക്ലെയർ ചെയ്തു. അതും മാർക്കറ്റ് വലിയൊരു CPI ഡേറ്റയുടെ ഒപ്പം തന്നെ, വലിയ പ്ലസ് പോയിൻറ്റ് CPI ഡേറ്റയുടെ ഒപ്പം തന്നെ മാർക്കറ്റ് ഇത് 2 കൈ നീട്ടി സ്വീകരിച്ച് വലിയൊരു പ്ലസ്സിലാണ് എന്താ പറയുക വെള്ളിയാഴ്ച വേൾഡ് മാർക്കറ്റ്സ് ട്രേഡ് ചെയ്തതെന്നുള്ളത് ഒരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ നിഫ്റ്റിയിലും എത്തി എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ ഒരു ലെവലിനെ കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് നീക്കിയേ. ഈ ഒരു സോണ് കട്ട് ചെയ്ത് പോകണം. ഇതിനെ കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ നമുക്ക് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ബജറ്റ് എന്ന് പറയുന്ന യുഫോറ ഉള്ള ദിവസമായതുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അടുത്ത് നിങ്ങൾ നോക്കും, ഈ ക്യാൻഡിലും ഇതിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 23,400 ആണെന്ന് കൂട്ടിക്കൂ. ഇതിൻ്റെ ക്ലോസിംഗ് 23,400, 23,466 രണ്ടും തമ്മിൽ 65 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. ഈ 65 പോയിൻ്റ് വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ പറയുന്ന ഒരു ടെക്നിക്കൽ ടേമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ടൈറ്റ്നസ് എന്ന് പറയും. ടൈറ്റ്നസ് എന്ന് വെച്ചാൽ ബേസിക്കലി പറഞ്ഞാൽ അതൊരു പ്രൈസ് ആക്ഷനാണ്. പ്രൈസ് സൈഡ് വേസ് പോവുക, അതുപോലെ തന്നെ സൈഡ് വേസിൽ റേഞ്ച് ബൗണ്ട് ഡെവലപ്പ് ചെയ്യുക. ചെറിയ സ്മോൾ റേഞ്ചിലായിരിക്കണം,
മനസ്സിലാവും. സ്മോൾ റേഞ്ച് എനി ടൈം ഫ്രെയിമിൽ ഇത് സംഭവിക്കാം, പക്ഷേ റേഞ്ച് സ്മോൾ ആയിരിക്കണം, പ്രൈസ് സൈഡ് വേസ് പോകണം, റേഞ്ച് ബൗണ്ട് ഡെവലപ്പ് ചെയ്യണം. അതാണ് സത്യത്തിൽ 2 ദിവസമായിട്ട് നിഫ്റ്റി നമുക്ക് കാണാൻ സാധിച്ചത്. മനസ്സിലായോ? ബേസിക്കലി എന്താ പറയണ്ടേ, എങ്ങനെയാണ് നമ്മൾ ഈ റേഞ്ചിൻ്റെ ടൈറ്റ് ഇനഫ് ആണോ എന്നറിയാൻ സാധിക്കുന്നത്? ആ റേഞ്ച് എന്ന് പറയുന്നത് ATR ആവറേജ് ട്രൂ റേഞ്ചിൻ്റെ ATR എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു ഹാഫിന് താഴെയായിരിക്കണം. സോ ATR ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ATR വന്നിരിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ATR നോക്കുക. ATRൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. ATR എത്രയാണ് വന്നിരിക്കുന്നത്? 486 ആണ് ശരിക്കും. 486ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 240 പോയിൻറ്റ്. 240 പോയിൻറ്റ് താഴെയാണെങ്കിൽ ഒരു ടൈറ്റ് റേഞ്ചിൻ്റെ ഫോർമേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും. മനസ്സിലായി? ശരിക്കും ഒരു സ്മോൾ മിഡ് ക്യാപ്പിലൊക്കെ ശരിക്കും ഈ റേഞ്ച് എന്നൊക്കെ പറയുന്നത് നോർമൽ കേസിൽ ഒരു ATRൻ്റെ ഒരു 2 to 5% റേഞ്ചിലാണ് പോകുന്നത്, സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും. അതുപോലെ തന്നെ ലാർജ് ക്യാപ്പിലൊക്കെ ആണെങ്കിൽ എറൗണ്ട് 2 to 3%ലാണ് ഈ ഒരു റേഞ്ച് ഡെവലപ്മെൻറ്റ് വന്നാൽ നമ്മൾ ഹൈ ടൈറ്റ്നെസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത് ശരിക്കും. മനസ്സിലായി? അപ്പോൾ സാധാരണ ഇത് എത്ര ആളാണ് റേഞ്ച് ബോണ്ടായി കിടക്കാൻ സാധ്യത? നോർമൽ കേസിൽ ആസ് പെർ ദി റിസർച്ച് മിനിമം 2 ദിവസമാണ് ഇത് റേഞ്ച് ബോണ്ട് കിടക്കാനുള്ള സാധ്യതകൾ 2 ദിവസമാണ്. നോർമലി നമുക്ക് ആ റേഞ്ച് എന്ന് പറയുന്ന ഒരു 5 to 5 ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ നോർമലി NR4, NR7, നാരോ റേഞ്ച് 4, നാരോ റേഞ്ച് 7 ഒക്കെ പറയുന്ന കൺസെപ്റ്റിൻ്റെ വേറൊരു ഇൻ്റർപ്രിട്ടേഷനാണിത്. അതിൻ്റെ വേറൊരു ലെവലാണെന്ന് കണക്കൂട്ടിയാൽ മതി നിങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലെവൽ നമ്മൾ നോക്കാമെങ്കിൽ ഒരു 4 to 5 ക്യാൻഡിൽ റേഞ്ച്, ഈ റേഞ്ചിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സലാണ്. കാര്യം എവിടെ ടൈറ്റ്നെസ് വരുന്നോ അവിടെ ബേസിക്കലി സംഭവിക്കുന്നത് വോളറ്റാലിറ്റി കോൺട്രാക്ഷനാണ് സംഭവിക്കുന്നത്. നോർമലി വോളറ്റാലിറ്റി എന്ന് പറയുന്ന സംഗതി വളരെ സൈക്ലിക്കലാണല്ലേ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കത്തൊന്നുമില്ല. ഒരു കോൺട്രാക്ഷൻ സംഭവിച്ചാൽ ഒരു എക്സ്പാൻഷൻ്റെ സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി നമ്മൾ നിഫ്റ്റിയെ സംബന്ധിച്ച് വലിയൊരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ യുഫോറ നമ്മൾ ഡിഫൻസ് സ്റ്റോക്ക് എല്ലാം ബഡ്ജറ്റ് മുമ്പ് കയറി നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഡിഫൻസ് സ്റ്റോക്ക് നല്ലവണ്ണം കയറുന്നുണ്ട്. സാധാരണയുള്ള പ്രവണതയാണ് ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് ഡിഫൻസ് സ്റ്റോക്കുകൾ പല ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റോക്കുകളും കയറി നമുക്ക് എല്ലാ ബഡ്ജറ്റിനും മുമ്പ് നമുക്ക് നോർമലി നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കും. അതൊരു വിറ്റ്നസ്സാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ കയറിയതിൻ്റെ ഒരു ബേസിക് കാര്യം അതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ടൈറ്റ്നെസ് വന്നു. ടൈറ്റ്നെസ് ATR വാല്യൂവിൻ്റെ ഹാഫിന് താഴെയാണ് ടൈറ്റ്നെസ് വന്നത്. ആ ടൈറ്റ്നെസ് വാലിഡേറ്റ് ചെയ്തത് നോർമലി 2 to 5 ഡേയ്സ് ടൈറ്റ്നെസ് ആണ് നോർമലി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. 2 ഡേയ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഒരു 3 ഡേയ്സ് കൂടെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റാണ് തീരുമാനിക്കുക. നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആ ടൈറ്റ്നെസ്സിൽ നിന്നും ഏത് ലെവലിലേക്കാണ് എക്സ്പാൻഷൻ വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ഇൻ്റർനാഷണൽ മാർക്കറ്റ് യുഎസിലെ ബേസിക്കലി യുഎസിലെ CPI ഇൻഫ്ലേഷൻ്റെ പുറത്തും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ബാങ്ക് ഓഫ് കാനഡയൊക്കെ റേറ്റ് കുറച്ചതിൻ്റെ പുറത്തും ഉള്ള വലിയൊരു പ്ലസ്സിൽ നിൽക്കുന്ന സമയത്താണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പ്രൈസിനായി കഴിഞ്ഞു ഓൾറെഡി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു കാര്യങ്ങളൊക്കെ പ്രൈസിനായി കഴിഞ്ഞു. ഇനി ഒരൊറ്റ ഓഫർ മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ, അത് ബഡ്ജറ്റാണ്. നെക്സ്റ്റ് വോളറ്റൈലിറ്റിയിലേക്ക് വലിയൊരു വോളറ്റൈൽ ഒരു ലെവലിലേക്ക് നയിക്കാൻ പോകുന്നൊരു കാര്യം. അത് ബഡ്ജറ്റ് ജൂലൈ 1 നമ്മൾ ഇനി ഹാർഡ്ലി 2 വീക്സും കൂടെ ബഡ്ജറ്റിനുള്ളൂ. അപ്പോൾ സാധാരണ മാർക്കറ്റിൽ വീണ്ടും നമുക്കൊരു വോളറ്റൈലിറ്റി നമുക്ക് തീർച്ചയായും എക്സ്പെക്റ്റ് ചെയ്യാം. സോ അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. വോളറ്റൈലിറ്റി കംപ്രഷനിൽ നിന്നും വോളറ്റൈലിറ്റി എക്സ്പാൻഷനിലേക്ക് നോർമലി പോകുന്ന സംഗതിയാണ്. സോ അപ്പോൾ സാധാരണ ട്രേഡേഴ്സ് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ട്രേഡേഴ്സ് ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ലെവൽസ് നിങ്ങൾ വരച്ചിടുക. ലെവൽസിൻ്റെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ റെസ്പെക്റ്റ് കഴിഞ്ഞിട്ട് ബ്രേക്കൗട്ട് ഏത് സൈഡിലേക്ക് വന്നാലും, ബ്രേക്കൗട്ട് മുകളിലേക്ക് വന്നാലും ബ്രേക്കൗട്ട് താഴത്തേക്ക് വന്നാലും ബ്രേക്കൗട്ടിനെ അനലൈസ് ചെയ്യുക. ബ്രേക്കൗട്ടിൻ്റെ സ്ട്രെങ്തിന് എനി ടൈം ഫ്രെയിം ആണ് കേട്ടോ, എനി ടൈം ഫ്രെയിം. ഈവൻ 5 മിനിറ്റ്സ് മുതൽ ഈവൻ 1 ഡേ ടൈം ഫ്രെയിം വരെ നമുക്ക് ഉപയോഗിക്കാം. ഈവൻ 1 വീക്ക് ടൈം ഫ്രെയിം വരെ ഉപയോഗിക്കാം. ഓരോ ടൈം ഫ്രെയിമിൻ്റെയും ഇൻഫറൻസസ് വ്യത്യാസമുണ്ട്, എസ്പെഷ്യലി നിഫ്റ്റി ആയതുകൊണ്ട്. സോ കഴിവതും ലോ ടൈം ഫ്രെയിം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. മേ ബി ഒരു 15 മിനിറ്റ്സ് 30 മിനിറ്റ്സ് 70 മിനിറ്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ബേസിക്കലി നോർമലി പ്രൈസ് സെല്ലിലേക്കാണ് ബ്രേക്കൗട്ട് ആവുന്നത്. അവിടെ നോർമൽ കേസിൽ ഒരു സ്ട്രോങ് സ്റ്റോപ്പ് ലോസ് സോൺ ഡിഫൈൻ ചെയ്തിട്ട് നോർമലി ആൾക്കാർ അവിടെ അവരുടെ എൻട്രിയോ എക്സിറ്റോ അല്ലെങ്കിൽ ബയ്യോ സെല്ലോ ഒക്കെ അവർ ചെയ്യുന്ന പല കേസിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ബ്രേക്കൗട്ട് ട്രേഡ്സ് ഫാൾസ് ബ്രേക്കൗട്ട് ആകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ബ്രേക്കൗട്ട് ട്രേഡ്സിൻ്റെ ഫോളോ അപ്പ് ക്യാൻഡിൽ കമ്പൽസറി ആയിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ബ്രേക്കൗട്ട് ക്യാൻഡിലിൽ സ്ട്രോങ് വോളിയം ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് മൊമെൻറ്റം ആ ഫാക്ടർ അത് വളരെ സ്ട്രോങ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കണം.
അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു റെസ്പെക്ട്, സപ്പോസ് മേളിലേക്കാണ് ബ്രേക്കൗട്ട് കൊടുക്കുന്നതെന്ന് വയ്ക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമുക്കറിയില്ല എങ്ങോട്ടാണ് ബ്രേക്കൗട്ട് വരുന്നുള്ളത്. ഇവിടുത്തെ റെസ്പെക്ട് എന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ ഡക്ക് എന്ന് വെച്ചാൽ ശരിക്കും ഇത് ഈ മുകളിലത്തെ പോയിന്റ് പോലും ടോപ്പസ്റ്റ് പോയിന്റ് മുതൽ ഇത് വന്ന് ഈ ലെവൽ വരെയുള്ള ഈ ഒരു ഡക്ക് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. ദാറ്റ് മീൻസ് സെല്ലർ പ്രസൻസ് ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. അതുകൊണ്ടാണല്ലോ സ്റ്റോക്ക് കഴിഞ്ഞ എക്സിറ്റ് പോൾ വന്നതിന് ശേഷമുള്ള അടുത്തതിൻ്റെ അടുത്ത ദിവസം, അതായത് മൺഡേ 3-ാം തീയതി ഒരൊറ്റ കയറ്റം കഴിഞ്ഞിട്ട് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സോണാണ്. ദാറ്റ് മീൻസ് ഈ സോണിൽ സെല്ലേഴ്സിൻ്റെ പ്രസൻസ് നല്ലോണം കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മളൊരു ബ്രേക്കൗട്ടൊക്കെ കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് സ്പീഡിൽ ഈ സോൺ ക്രോസ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ മാർക്കറ്റിൽ അത്രയ്ക്ക് ആൾക്കാരുടെ പാർട്ടിസിപ്പൻസും അത്രയ്ക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അറ്റസ്റ്റ് ആ സോണൊക്കെ ക്രോസ് ചെയ്യാൻ മാർക്കറ്റിന് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പല കേസിലും മാർക്കറ്റ് ആ ലെവലൊക്കെ വന്നതിന് ശേഷം ഒരുപക്ഷെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആയിരിക്കും കയറുന്നത്, വീണ്ടും കൺസോളിഡേറ്റ് ചെയ്യാം, പിന്നെ ഒന്നുകൂടെ കയറിയിട്ട് ആയിരിക്കും ക്രോസ് ചെയ്യുന്നത്. പല ലെവലിൽ മാർക്കറ്റ് വർക്ക് ചെയ്യാൻ പറ്റും. മേളിലെ സൈഡിൽ താഴത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പല സോൺ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ സോണാണ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. താഴെ പോവുകയാണെങ്കിൽ കാര്യം ഈ സപ്പോർട്ട് സോൺ ലോ പൊളാരിറ്റി സോണാണ്. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ആയി, അതിന് ഈ ക്യാൻഡിൽ മേളിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഈ ക്യാൻഡിലാണ് ശരിക്കും പറഞ്ഞാൽ മൈനർ ബ്രേക്കൗട്ട് കൊടുത്ത ക്യാൻഡിലാണിത്. അപ്പം ഈ ലെവൽ ലോ പൊളാരിറ്റി LOP എന്ന് പറയും. ഇവിടെ സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ എപ്പോഴും മാർക്കറ്റിനുണ്ട്. എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വിശിഷ്ടമായിട്ടുള്ള കാര്യം, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റേഞ്ച് ബൗണ്ട് ടൈറ്റ്നസ് മാത്രമല്ല. നിങ്ങളിവിടെ നോക്ക്, വോളിയം നോക്ക്. ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഈ 5 ക്യാൻഡിലും കണ്ടിന്യൂസ്ലി വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും വേറൊരു വോളറ്റിലിറ്റിയെ കാണിക്കുന്നത്. വോളറ്റിലിറ്റി കംപ്രഷനാണ് കാണിക്കുന്നത്, എക്സ്പാൻഷൻ അല്ല. വോളറ്റിലിറ്റി വല്ലാതെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ വോളിയം വോളറ്റിലിറ്റി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞു RSIയിൽ വലിയ വ്യത്യാസമില്ല. 59.06, 59.93 എന്ന് വെച്ചാൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഈ 5 ദിവസത്തെ ക്യാൻഡിൽ എടുത്താലും RSI 57, 58, 58, 59, 59 എന്ന് പറയുന്നത് 5 ദിവസത്തെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ശരിക്കും പറഞ്ഞാൽ ഹാർഡ്ലി ഒരു 2 പോയിന്റ് വ്യത്യാസത്തിലാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതും ഒരു വോളറ്റിലിറ്റി, ഒരു കോൺട്രാക്ഷനാണ്, ഒരു കംപ്രഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയും ഒരു എക്സ്പാൻഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു സാധ്യതകളും എസ്പെഷ്യലി ബജറ്റിലേക്ക് നമ്മൾ കടക്കുന്ന അടുത്ത 2 ആഴ്ചകളിൽ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ബജറ്റിൻ്റെ ബജറ്റ് സൂപ്പർ നല്ല ബജറ്റൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബജറ്റ് കുറേ കൂടെ റൂറൽ ഡിമാൻഡ്സിനെ, ശരിക്കും റൂറലായിട്ടുള്ള ഒരു കൺസെപ്ഷനെ, റൂറലായിട്ടുള്ള GDPയെ സപ്പോർട്ട് ചെയ്ത് ഉയർത്താൻ സത്തുള്ള ബജറ്റാണെങ്കിൽ ആ ബജറ്റിൻ്റെ തീർച്ചയായും മാർക്കറ്റിൽ പിന്നെയും ഒരാഴ്ച നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് മേളിലേക്ക് പോകുമോ അതോ താഴത്തേക്ക് പോകുന്നുള്ള കാര്യം മാർക്കറ്റാണ് തീരുമാനിക്കുക. നമുക്ക് മുൻവിധികളൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ടൈറ്റ്നസ്സിലായി പോയി നിഫ്റ്റി എന്നുള്ള കാര്യം ഒരു സംശയം വേണ്ട. നിഫ്റ്റി ഈസ് ഇൻ ടൈറ്റ്നസ്. ശരിക്കും പറഞ്ഞാൽ ക്യാൻഡിലിലെ ഈ ലെവൽ മാറ്റി വെച്ചാൽ ഇവിടെ പോലെ ടൈറ്റിലാണ്, പ്രൈസ് ടൈറ്റ്നസ് ആണ്, പ്രൈസ് വോളറ്റിലിറ്റി കോൺട്രാക്ഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പ്രൈസ് 23,247, 23,309, 23,355, 23,399, 23,466 രണ്ട് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം 23,247 മുതൽ 23,466 വരെയാണ്. സംതിങ് അറൗണ്ട് 220 പോയിൻറ്റിൻ്റെ ഒരു 220 പോയിൻറ്റ്സ് ഉള്ളൂ. 220 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ATRൻ്റെ 186 പോയില്ല, 0.5 ATR വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ലെവൽ മുതൽ ശരിക്കും പറഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ കഴിഞ്ഞ 5 ദിവസത്തെയും പ്രൈസിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ശരിക്കും ഒരു അബ്സല്യൂട്ട് കോൺട്രാക്ഷനാണെന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ക്യാൻഡിൽ കണ്ടാൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷേ ഇൻ റിയാലിറ്റി പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പ്രൈസ് കോൺട്രാക്ഷന് പോയി, വോളിയം കോൺട്രാക്ഷൻ പോയി, അതുപോലെ ഇൻഡിക്കേറ്റർ കോൺട്രാക്ഷൻ പോയി, ATR ഇൻഡിക്കേറ്റർ കോൺട്രാക്ഷൻ പോയി, RSI കോൺട്രാക്ഷൻ പോയി എന്ന് പറഞ്ഞ വളരെ റയറായിട്ടുള്ള ഫിനോമിനനാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കൗട്ട് ഏത് സൈഡിലേക്ക് വന്നാലും അത് മാസീവ് ബ്രേക്കൗട്ടിലേക്ക് പോകാനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. നമ്മൾ കാത്തിരിക്കുക. നമ്മുടെ ടൈം ഫ്രെയിം ഏതാണെന്ന് വെച്ചാൽ ആ ടൈം ഫ്രെയിമിൽ കറക്റ്റ് അനാലിസിസ് നടത്തി നമ്മൾ കാത്തിരിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൂ. വിൽ വെയിറ്റ് ആൻഡ് സീ.